അരി ശരിക്കും കൊണ്ടെങ്കിൽ എന്താടാ വീട്ടിൽ നിന്നാ ചോറ് ക്ഷീണമൊക്കെ മാറും. തുറക്ക സുഖമായിട്ട് ഉണ്ടോണ്ട് കിടന്ന് ഉറങ്ങിക്കോ. അച്ഛനെവിടെ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഇവർക്കിന്ന് ബോർഡിങ്ങിലേക്ക് മടങ്ങാനുള്ളല്ലേ, കൊണ്ടുപോകാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുക. ഏത് കടയിലാ പോയെന്നറിയാം? അറിയില്ലല്ലോ. എന്താ ചേട്ടാ കാര്യം? ഒരു ഔദ്യോഗിക കാര്യമാണ്. തുടർന്നുള്ള നടപടിക്ക് മുമ്പ് അച്ഛനോട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്കിളായിരിക്കും. ഹലോ, അതെ ഉണ്ട്, കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ജയമോഹൻ സ്പീക്കിംഗ്. ഞാൻ ഉടനെ വരാം. ഡാഡി എപ്പോഴാ വരണേ? ഞങ്ങൾക്കിന്ന് പോണം. ട്രെയിൻ എത്ര മണിക്കാ? 4:30. ധാരാളം സമയമുണ്ട്. മക്കള് പോകുന്നതിന് മുമ്പ് ഡാഡി ഇങ്ങ് വരില്ലേ? ഡാഡി വന്നിട്ടേ ഞങ്ങൾ പോവൂ. വരാം മോളെ. ആഹാരം എവിടെന്നാ വാങ്ങിയത്? വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ സർ. അപ്പോഴുണ്ട് ഇവന്റെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു ഒരു 5 ചോറും കൊണ്ടു തന്നു. ഞാൻ അത് വാങ്ങിച്ച് അകത്തേക്ക് കൊടുത്തു. കഴിച്ചതിന് ശേഷം പിന്നെ അനങ്ങിയിട്ടില്ല. ജയമോഹൻ, ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ ഒതുക്കി പിന്നെയാണോ ഈ പയ്യൻ? ഒരാഴ്ചയ്ക്കുള്ളിൽ അവനെ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചയക്കും. ആ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സാർ? വേണം. ഒരു 5000 രൂപ ഇന്ന് തന്നെ അയാളുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തേക്ക്. ശരി സാർ. ജയമോഹൻ. വരട്ടെ, നിങ്ങളത് പോയിക്കൊള്ളൂ. ഓക്കെ. ഹലോ, വേണം. ഇരിക്കും മിസ്റ്റർ ജയമോഹൻ. വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടു. മിസ്റ്റർ മേനോൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. വളരെ നല്ല കാര്യം. മരിച്ചുപോയ ഭാര്യയുടെ അനിയത്തിയാവുമ്പോ കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ലോഡ് കസ്റ്റഡിയിലെടുത്തു. കള്ള രജിസ്ട്രേഷൻ ആയിരുന്നു. പെർമിറ്റ് ഇല്ലാത്ത സ്പിരിറ്റ് ആയിരുന്നു ലോറിയിൽ. 10 ലക്ഷം രൂപയുടെ സ്പിരിറ്റ്. മൈ ഗോഡ്, 10 lakhs. ആ ലോറിയും സ്പിരിറ്റും നിങ്ങളുടേതാണ്. വാട്ട്? എന്റേതോ? അതെ. മന്ത്രിമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ടമ്മാനമാടുന്ന കോടീശ്വരനായ ലയൻ സി മേനോന്റേത്. എന്നാര് പറയുന്നു? ആ ലോറി ഓടിച്ചിരുന്ന നിങ്ങളുടെ ഡ്രൈവർ പറയുന്നു. ഐ സി. അയാൾ എവിടെ? എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയട്ടെ. വിളിക്കൂ. അവനെ നിങ്ങൾ കൊന്നു. ലോക്കപ്പിൽ കിടന്നവനെ വിഷം കൊടുത്തു കൊന്നു. മിസ്റ്റർ ജയമോഹൻ, നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗം രാജിവെക്കണം. എന്നിട്ട് ഡിറ്റക്റ്റീവ് കഥകൾ എഴുതണം. നല്ല ഭാവന. താങ്ക്സ്. നിങ്ങളെപ്പോലുള്ള ചില സിംഹങ്ങളെ കൂട്ടിലടച്ച ശേഷം കഥ എഴുതി തുടങ്ങിക്കൊള്ളാം. എന്താ പോലെ? ഞാൻ ഇവിടുത്തെ ലയൻ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. എന്റെ നിലയും വിലയും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നല്ലതുപോലെ അറിയാം. പക്ഷെ മഹത്തെന്ന് പൊതുജനങ്ങൾ കരുതുന്ന ആ സ്ഥാപനത്തിന്റെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കള്ളക്കടത്താണ്, വഞ്ചനയാണ്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകൻ എന്ന നിലയിൽ ഞാൻ ഇതുവരെ ക്ഷമിച്ചു. നിങ്ങൾ വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ പോലീസ് മന്ത്രി പോലും എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. പക്ഷെ ഞാൻ സംസാരിക്കും. മന്ത്രിമാർക്ക് വേണ്ടത് മന്ത്രി കസേരയും വോട്ടും പണവുമാണ്.
എന്നെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത് സത്യവും നീതിയും ധർമ്മവുമാണ്. മന്ത്രിമാർ പറയാൻ വിറയ്ക്കുന്നിടത്ത് ഞങ്ങൾ ധൈര്യപൂർവ്വം പറയും, പ്രവർത്തിക്കും. എങ്കിലൊന്ന് പ്രവർത്തിച്ചാട്ടെ. പ്രവർത്തിക്കാൻ തന്നെ പോവുകയാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? വെരി ഗുഡ്. ആ വാറണ്ട് ഒന്ന് കാണട്ടെ. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് എവിടെയെന്നാണ് ചോദിച്ചത്. ഓൾ റൈറ്റ്, ഞാൻ വാറണ്ടുമായി വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും 1 മണിക്കൂറിനുള്ളിൽ. അതിനിടയിൽ നിങ്ങൾ ഒളിയിൽ പോയാലാണ് ഭാവമെങ്കിൽ എന്തിന്? ഞാൻ നിയമത്തെ മാനിക്കുന്ന നമ്പർ 1 സിറ്റിസനാണ്. ഗോ ആൻഡ് ഗെറ്റ് ദ വാറണ്ട്. ഓക്കെ. അവൻ എനിക്ക് അറസ്റ്റ് വാറണ്ട് കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. വീട്ടിലെത്തുന്നതിന് മുൻപ് അവന് യമന്റെ വാറണ്ട് കൊടുക്കണം. യെസ് സർ. ഹലോ, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ്. ജയമോഹൻ സാറിന് ആക്സിഡന്റോ? കമ്മീഷണർ സാർ ഇവിടെ ഇല്ലല്ലോ. ട്രെയിനിന് സമയമായല്ലോ, ഇനിയും താമസിച്ചാൽ പറ്റില്ല. ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ജയേട്ടൻ പോയത്. എന്നിട്ട് പിന്നെന്താ ഇത്രയും താമസിക്കുന്നത്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പുറപ്പെട്ടോളൂ. അത് വേണ്ട മുത്തച്ഛ, ഡാഡി വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്താ ശങ്കരകുട്ടി? ജയൻ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ കണ്ടോളൂ, ഇല്ലെങ്കിൽ ബോർഡിങ് വരും. കാറി കയറ. കയറാനല്ലേ പറഞ്ഞത്? അയക്കാം മോളെ. എന്നയക്കും മുത്തച്ഛ? നാളെ അയക്കാം. തീർച്ച. ഡ്രൈവർ, കാർ എടുത്തോളൂ.
ഡോക്ടർ, ഞങ്ങൾ മിസ് മേനോനെ പ്രതീക്ഷിക്കുകയായിരുന്നു. തലയ്ക്ക് ആ മുറിവ് വളരെ സീരിയസ് ആണ്. ഒരു ഓപ്പറേഷൻ കൂടിയേ തീരൂ. അതിന് മദ്രാസിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഡോക്ടർ, ഒന്നും പറയാറായിട്ടില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കൂ. മിസ്റ്റർ ബി.ജി. മേനോനല്ലേ? മിസ്റ്റർ ഗോപിനാഥ്. യെസ്. കണ്ടിട്ട് വർഷങ്ങൾ എത്രയായി? കോളേജ് വിട്ടതിന് ശേഷം ഇതാദ്യമാണെന്ന് തോന്നുന്നു. ഇവിടെ ശേഷം കഴിഞ്ഞ് ഇപ്പൊ കൊണ്ട് കിടത്തിയതേ ഉള്ളൂ. സീരിയസ് ആണ്. മിസ്റ്റർ ഗോപിനാഥ് ഇവിടെ? ഞാനിപ്പോ മദ്രാസ് സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടാണ്. എന്റെ അമ്മ ഇവിടെ ചികിത്സയിലുണ്ട്. കാണാമെന്നതാണ്. I am sorry. ഇത് മിസ്റ്റർ മേനോന്റെ മകനല്ല, ഇത് വിക്രമനാണ്. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിക്രമൻ. വാട്ട് യു മീൻ? ഇത് നിങ്ങളുടെ മകനാണെന്നാണോ പറയുന്നത്? ഞാൻ എന്താ മറുപടി പറയേണ്ടത്?
ജസ്റ്റ് എ മിനിറ്റ്. சென்ட்ரல் ஜெயில். நான் ஜெயில் சூப்பரண்ட் பேசுறேன். எஸ் சார். அந்த சி பிளாக்ல விக்ரம் என்ற கொலையாளி இருக்கானா? இருக்கு சார். இப்பதான் சாப்பாடு போட்டு செல்ல அடைச்சிருக்குது. ஏதாவது விஷயம் இருக்குதா சார்? ஒண்ணும் இல்ல, ஒரு சின்ன சந்தேகத்தை தீர்க்கறதுக்காக கூப்பிட்டேன். ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ മിസ്റ്റർ മേനോൻ. വിക്രമൻ ജയിലിൽ തന്നെയുണ്ട്. നിങ്ങളുടെ മകനെയും വിക്രമനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് ജയിലിൽ ചെന്ന് കാണാം. നോട്ട് നൗ. സാർ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എഴുതിയതാണ്. നമ്പർ 17. ഈ നമ്പറിനും ആക്സിഡന്റിനും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമെന്നുള്ളത് തീർച്ച. യെസ്, ഏതെങ്കിലും വാഹനത്തിന്റെ നമ്പർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. ഇപ്പോ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. വിവരം നാട്ടിൽ അറിയിക്കണ്ടേ? വേണ്ട. ഈ മരണവാർത്ത അറിഞ്ഞാൽ കുട്ടികൾക്കും വത്സലയ്ക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. അപ്പൊ പിന്നെ അറിയിക്കാതിരുന്നാലോ? സാവധാനം അറിയിക്കാം. ശവദാഹമൊക്കെ ഇവിടെ തന്നെ നടക്കട്ടെ. അതിനുള്ള ഏർപ്പാട് ചെയ്തു തന്നാൽ ഐ വിൽ ഡു ഇറ്റ്.